വളരെ സിമ്പിളും റിഫ്രഷിംഗുമായിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വാട്ടർമെലൺ സാലഡ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മെലൺ സാലഡാണ്. ഇത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ വളരെ ഇഷ്ടമായി, അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ചുമന്ന മുളകും കൂടെ ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തു. ഇത് നമുക്കൊരു ബോളിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടെ ചേർക്കാം. ഒരു ചെറിയ പിടി മിൻറ്റ് ലീവ്സ്, ഇത്ര മിൻറ്റ് ലീവ്സ് ഉണ്ട്, അതുകൂടെ അതിനകത്തേക്ക് ഇടാം. ആ സ്പൂൺ യൂസ് ചെയ്ത് തന്നെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് റിലീസ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു നാരങ്ങയുടെ ജസ്റ്റ് തൊലി, ഒരു ഫ്ലേവറാണ്, കുറച്ച് ചേർക്കാം. ജസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും സാലഡ് കഴിക്കുമ്പോൾ. നമുക്കിതിനകത്തേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഹണി, അതേപോലെ ഒരു ലൈമിൻ്റെ ജ്യൂസ് കൂടെ ഇടുക. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ ചേർക്കാം. ഇതാണ് നമ്മുടെ സാലഡിൻ്റെ ഡ്രസ്സിങ്. സിമ്പിൾ സാലഡാണ്, പക്ഷെ നല്ല റിഫ്രഷിങ് സാലഡാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബോളിലേക്ക് വാട്ടർമെലൺ ചേർക്കാം. നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്ന് മെഷർ ചെയ്ത് തന്നെ ഇടുകയാണ്. പക്ഷേ ഒരു 4 കപ്പ് വാട്ടർമെലൺ എടുത്തേക്കതേ, അതിനകത്തേക്ക് ഈ മിക്സർ ചേർക്കാം. എപ്പോഴും സാലഡ് ഡ്രസ്സിങ് ചേർക്കുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഡ്രസ്സിങ് ഒഴിക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബോളിലേക്ക് ഇടാം. നന്നായിട്ട് മിൻറ്റ് വേണം, മിൻറ്റ് ലീവ്സ് വേണം. മിൻറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. നമ്മളത് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലേവർ വരത്തുള്ളൂ. അത് നന്നായിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ മിൻറ്റ് ലീവ്സ് കൂടി ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ചെയ്യാം. ഇത് ഫെറ്റ ചീസാണ്, കുറച്ച് ഫെറ്റ ചീസും ക്രംബിൾ ചെയ്തിട്ട് ഇടാം. വാട്ടർമെലണും ഫെറ്റ ചീസും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വാട്ടർമെലൺ ഫെറ്റ ചീസ് സാലഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സാലഡാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.